ഇസ്രായേലിനെതിരെ പൊരുതുന്ന ഫലസ്തീനികൾക്ക് ഐക്യദാർഢ്യം അറിയിച്ച് യമനിലെ ഹൂത്തികൾ ഗാലക്സി ലീഡർ എന്ന ചരക്കുകപ്പൽ റാഞ്ചുന്നത് കഴിഞ്ഞ നവംബർ 19-നാണ്. തുർക്കിയിലെ കോർഫസിൽ നിന്ന് ഇന്ത്യയിലെ മുന്ദ്ര തുറമുഖത്തേക്കുള്ള യാത്രയിലായിരുന്നു ജപ്പാനീസ് ഷിപ്പിംഗ് ഭീമനായ നിപ്പോൺ യുസന്റെ ഉടമസ്ഥതയിലുള്ള കപ്പൽ. സൈനിക ഹെലികോപ്റ്ററിലെത്തിയ 10 അംഗ സായുധ സംഘമാണ് കപ്പൽ നിയന്ത്രണത്തിലാക്കിയത്. തൊട്ടടുത്ത ദിവസം ഇതിന്റെ വീഡിയോ ഹൂത്തികൾ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചു. നാടകീയമായി പിന്തുടർന്ന് കപ്പൽ പിടിച്ചെടുക്കുന്ന ദൃശ്യങ്ങൾ ഒരു വീഡിയോ ഗെയിം അല്ലെന്ന് ലോകം തിരിച്ചറിഞ്ഞത് പിന്നീടായിരുന്നു. വീഡിയോയുടെ അവസാനം ഹൂത്തികൾ ചേർത്ത എൻ കാർഡാണ് ഈ പോരാട്ടത്തിൽ ഹൂത്തികളുടെ മുദ്രാവാക്യം. ദൈവം അത്യുന്നതൻ, അമേരിക്കക്ക് മരണം, ഇസ്രായേലിന് മരണം എന്നിങ്ങനെയായിരുന്നു അത്. യമനെതിരെ നേരത്തെ യുദ്ധം പ്രഖ്യാപിച്ച അമേരിക്കൻ തീരുമാനത്തിനെതിരെ പ്രസ്താവന ഇറക്കിയപ്പോഴും ആ നിലപാടിൽ ഒട്ടും വെള്ളം ചേർക്കാതെ നിന്നു ഹൂത്തികൾ. അമേരിക്കയുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. 9 വർഷമായി ഞങ്ങളുടെ ജനതയെ ഉപരോധിക്കുന്നതും രാഷ്ട്രത്തെ ആക്രമിക്കുന്നതും അമേരിക്കയാണ്. ലോകത്തെ വലിയ സാത്താനാണത്, ഭീകരരാഷ്ട്രവും. ഗസയിലെ സഹോദരന്മാർക്ക് ഞങ്ങൾ അറിയിച്ച പിന്തുണ അവിടുത്തെ മനുഷ്യത്വം സംരക്ഷിക്കാനുള്ളതാണ്. അമേരിക്ക മനുഷ്യത്വത്തിന് എതിര് നിൽക്കുന്നു. ദൈവേച്ഛയാൽ ശത്രുമുഖത്ത് ഞങ്ങൾ ജീവിക്കും എന്നായിരുന്നു ഹൂത്തികൾ പുറത്തിറക്കിയ പ്രസ്താവന. ഗസയിലെ അധിനിവേശത്തിന് തിരിച്ചടിയായി ചെങ്കടലിലൂടെ ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പലുകൾ തടയുമെന്നാണ് ഹൂത്തികൾ പ്രഖ്യാപിച്ചത്. യമനിൽ ആക്രമണം പ്രഖ്യാപിച്ചതോടെ US UK ബന്ധമുള്ള കപ്പലുകളും ഇനി മുതൽ ചെങ്കടൽ കടത്തിവിടില്ലെന്ന് ഹൂത്തികൾ പ്രഖ്യാപിച്ചു. ഒക്ടോബർ 7-ന് ആരംഭിച്ച ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ ജൂതരാഷ്ട്രത്തിന് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ആഘാതമാണ് ഹൂത്തികളുടെ കപ്പൽ ഉപരോധം. ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള ബാബൽ മന്ദബ് കടന്നാണ് കപ്പലുകൾ ചെങ്കടലിൽ പ്രവേശിക്കേണ്ടതും അവിടെ നിന്ന് സൂയസ് കനാൽ വഴി മെഡിറ്ററേനിയൻ കടലിലെത്തേണ്ടതും. ഇടുങ്ങിയ ഭാഗത്ത് 29 കിലോമീറ്റർ മാത്രമാണ് ബാബൽ മന്ദബിന്റെ വീതി. ഈ വാതിലാണ് ഹൂത്തികൾ സമ്പൂർണ്ണ നിരീക്ഷണത്തിലാക്കി മാറ്റിയിട്ടുള്ളത്. നവംബറിൽ ഇസ്രായേലി ചരക്കുകപ്പൽ നിയന്ത്രണത്തിലാക്കിയ ശേഷം നിരവധി വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഹൂത്തികളുടെ ഡ്രോൺ, ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായി. ആക്രമണ ഭീഷണികളുടെ പശ്ചാത്തലത്തിൽ മിക്ക അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികളും ചെങ്കടൽ വഴി യൂറോപ്പിലേക്കുള്ള ചരക്ക് നീക്കം ഉപേക്ഷിച്ചു. ഡിസംബർ ആദ്യവാരം മുതൽ ഇൻഷുറൻസ് ചിലവിൽ 10 മടങ്ങിന്റെ വർധനയാണ് ഷിപ്പിംഗ് കമ്പനികൾക്കുണ്ടായിട്ടുള്ളത്. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി, ഹപ്പാക് ലോയിഡ്, BP ഓയിൽ കമ്പനി, CMA CGM തുടങ്ങി 12 ഷിപ്പിംഗ് സ്ഥാപനങ്ങൾ നിലവിൽ ചെങ്കടൽ വഴി സർവീസ് നടത്താനില്ല എന്നറിയിച്ചിട്ടുണ്ട്. ചെങ്കടൽ ഉപരോധിച്ചാൽ ഇസ്രായേൽ സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കാമെന്നാണ് ഹൂത്തികൾ കരുതുന്നത്. അത് യാഥാർത്ഥ്യമാണ് താനും. സഞ്ചാരപാതയുടെ ദൂരം, ദിവസക്കൂടുതൽ, അധിക ഇൻഷുറൻസ് എന്നിവ കപ്പൽ വഴിയുള്ള ചരക്ക് നീക്കത്തെ ചെലവേറിയതാക്കി മാറ്റുന്നു. ഉദാഹരണത്തിന് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മുംബൈ തുറമുഖത്ത് നിന്ന് ചെങ്കടൽ വഴി മെഡിറ്ററേനിയൻ കടലിലേക്കുള്ള ദൂരം 11,600 കിലോമീറ്റർ ആണ്. ഇത് ആഫ്രിക്കയിലെ ഗുഡ് ഹോപ്പ് മുനമ്പ് വഴിയാകുമ്പോൾ 19,800 കിലോമീറ്ററായി വർദ്ധിക്കും. സഞ്ചാരത്തിന് 10 ദിവസത്തോളം കൂടുതൽ എടുക്കുകയും ചെയ്യും. ആഗോള വ്യാപാരത്തിന്റെ 12%, ആഗോള കണ്ടെയ്നർ കടത്തിന്റെ 30% ചെങ്കടൽ വഴിയാണ് നടക്കുന്നത്. SLOCയിലെ ഏതിടർച്ചയും ലോക ചരക്ക് വിതരണ ശൃംഖലയെ ബാധിക്കും. ഏഷ്യയിൽ നിന്ന് ചെങ്കടൽ വഴി എളുപ്പത്തിലെത്താൻ കഴിയുന്ന ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളാണ് ഇപ്പോൾ ഗുഡ് ഹോപ്പ് മുനമ്പ് വഴി ജിബ്രാൾട്ടർ കടലിടുക്ക് വഴി കടന്ന് ഇസ്രായേലിലെത്തുന്നത്. ആഫ്രിക്കയുടെ കിഴക്കൻ തീരവും അറേബ്യൻ ഉപദ്വീപിന്റെ പടിഞ്ഞാറൻ തീരവുമാണ് ചെങ്കടലുമായി നേരിട്ട് ബന്ധപ്പെടുന്നത്. ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് വൻകരകളെ ബന്ധിപ്പിക്കുന്ന തന്ത്രപ്രധാന ഇടം എന്ന നിലയിൽ ലോകഭൂപടത്തിൽ ചെങ്കടൽ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ഈ തന്ത്രപ്രധാന കടൽ മേഖല വരുതിയിലാക്കാൻ യൂറോപ്പിലെയും ഏഷ്യയിലെയും വൻ ശക്തികൾ കാലങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട്. ലോകത്ത് ഏറ്റവും ചൂടേറിയ കടലാണ് ചെങ്കടൽ. ദശലക്ഷക്കണക്കിന് ഡോളർ മൂല്യം വരുന്ന ചരക്കുകൾ ദിനേന കടന്നുപോകുന്ന ജലപാത. എന്നിട്ടും അതിൻ്റെ നേട്ടം ചെങ്കടലിന് അതിരിടുന്ന മിക്ക രാഷ്ട്രങ്ങൾക്കും ലഭിച്ചിട്ടില്ല. യമൻ, ജിബൂത്തി, എരിത്രിയ, സുഡാൻ തുടങ്ങിയ ചെങ്കടൽ തീര രാഷ്ട്രങ്ങൾ ഇപ്പോഴും സാമ്പത്തിക രാഷ്ട്രീയ അസ്ഥിരതകളുടെ ഇരയാണ്. ഡിസംബറിൽ ചെങ്കടൽ വഴിയുള്ള കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കാൻ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ പ്രോസ്പിരിറ്റി ഗാർഡിയൻ എന്ന പേരിൽ നാവിക സഖ്യം പ്രഖ്യാപിക്കപ്പെട്ടു. എന്നാൽ ഫ്രാൻസ്, ഇറ്റലി, സ്പെയിൻ, നെതർലാൻഡ്സ്, നോർവേ, ഡെൻമാർക്ക് എന്നീ രാഷ്ട്രങ്ങൾ യുദ്ധക്കപ്പൽ അയക്കാൻ വിസമ്മതിച്ചു. ഹൂത്തികളുമായി സമാധാന കരാറിലുള്ള സൗദിയും ചേരാൻ വിസമ്മതിച്ചു. ഇതോടെ പേരിൽ മാത്രമായി മാറി ഈ സഖ്യം. കടലിൽ സ്ഥാപിച്ച മൈനുകൾ, ഡ്രോൺ അടക്കമുള്ള ആയുധങ്ങളുടെ പ്രഹരശേഷി തുടങ്ങിയവ മുമ്പിൽ കണ്ടാണ് മറ്റു രാഷ്ട്രങ്ങൾ ഹൂത്തികളുമായുള്ള മുഖാമുഖത്തിൽ നിന്ന് പിന്മാറിയത്. ആദ്യ ഓപ്പറേഷൻ പരാജയപ്പെട്ടതോടെയാണ് ബ്രിട്ടന്റെ സഹായത്തോടെ യമനുമേൽ അമേരിക്ക വ്യോമാക്രമണം ആരംഭിച്ചത്. മേഖലയിൽ വ്യോമതാവളവും യുദ്ധക്കപ്പലും ഉള്ള രാജ്യമാണ് US. ആക്രമണത്തിന്റെ 1-ാം ദിനം യമനിൽ ഉടനീളം 73 കേന്ദ്രങ്ങളാണ് സഖ്യസേന ആക്രമിച്ചത്. ഇതോടെ US UK ബന്ധമുള്ള കപ്പലുകളും ചെങ്കടലിൽ ആക്രമിക്കുമെന്ന് ഹൂത്തികൾ പ്രഖ്യാപിച്ചു.
സഖ്യസേനയുടെ ഇടപെടലിൽ മധ്യേഷ്യയെ മറ്റൊരു യുദ്ധത്തിലേക്ക് കൊണ്ടുപോകും എന്ന് നയതന്ത്ര വിദഗ്ധർക്ക് ആശങ്കയുണ്ട്. ഹൂത്തി ഉപരോധം ഇസ്രായേലിന്റെ സാധാരണ ജീവിതത്തെ ബാധിച്ചിട്ടുണ്ടെന്ന് മാധ്യമങ്ങൾ പറയുന്നു. ചെങ്കടലിലെ ഐലത്ത് തുറമുഖത്തെ 85% ബിസിനസ് വ്യവഹാരങ്ങൾ ഇല്ലാതായി എന്നാണ് 3 ആഴ്ച മുമ്പ് തുറമുഖ മേധാവി തന്നെ വെളിപ്പെടുത്തിയത്. ഐലാത്തിലെ ഇസ്രായേൽ സെറ്റിൽമെന്റ് തകർച്ചയുടെ വക്കിലാണെന്നും ഇസ്രായേൽ മാധ്യമങ്ങൾ പറയുന്നു. യുദ്ധത്തിന്റെ ഭാരിച്ച ചെലവുകൾ കണ്ടെത്താൻ വിവിധ നടപടികൾക്കൊരുങ്ങുകയാണ് നെതന്യാഹു സർക്കാർ. സാമ്പത്തിക നിയന്ത്രണത്തിന്റെ ഭാഗമായി 10 ഗവൺമെന്റ് മന്ത്രാലയങ്ങൾ അടച്ചുപൂട്ടാൻ ധനമന്ത്രാലയം ശുപാർശ ചെയ്തിട്ടുണ്ട്. ഗസയിൽ ആണവായുധ പ്രയോഗം നടത്തണമെന്നാവശ്യപ്പെട്ട് തീവ്ര വലതുപക്ഷ നേതാവ് അമിഹെ ഏലിയാഹു നേതൃത്വം നൽകുന്ന പൈതൃക വകുപ്പ് അടക്കമാണ് അടച്ചുപൂട്ടുന്നത്. ഗ്യാസിന്റെ സബ്സിഡി കുറയ്ക്കാനും സിഗരറ്റുകളുടെ നികുതി കുറയ്ക്കാനും പഠന സ്കോളർഷിപ്പുകളുടെ തുക കുറയ്ക്കാനും മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്. ബാങ്ക് ഓഫ് ഇസ്രായേൽ ഗവർണർ അമീർ യാറോൺ അയച്ച കത്തും ഇസ്രായേലിൽ ചർച്ചയാണ്. യുദ്ധവേളയിൽ നികുതി വർദ്ധിപ്പിക്കാതെ മുന്നോട്ട് പോകുന്നത് ദുഷ്കരമാണ് എന്നാണ് അദ്ദേഹം നെതന്യാഹുവിന് അയച്ച കത്തിൽ പറയുന്നത്. ഒക്ടോബർ 7 ആരംഭിച്ച യുദ്ധത്തിനായി ഇതുവരെ ഏകദേശം $60 ബില്യൺ ഇസ്രായേൽ ചെലവഴിച്ചു എന്നാണ് റിപ്പോർട്ട്.